അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു Q&A സെഷനാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് ധാരാളം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള റിപ്ലൈസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ. ഹൗ ഡു യു ഫേസ് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു മേക്ക് യു ലോസ് യുവർ ഹോപ്പ് ഇൻ ദിസ് ജേർണി ടു സക്സസ്? അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാർ കാണും. നമ്മൾ അതിൽ വിജയം കണ്ടെത്തുമെന്ന് തുടങ്ങുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും കണ്ടെത്തിയില്ല എങ്കിൽ അന്നേ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പിന്നെയും നമ്മളെ തളർത്താൻ വേണ്ടി ഇഷ്ടം കൂട്ടം ആൾക്കാർ കാണും. സോ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വയം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സോ നമ്മൾ സ്വയം നമ്മളിൽ വിശ്വസിക്കുക. നമുക്ക് നെഗറ്റീവ് പറയാൻ ഇഷ്ടം കൂട്ടം ആൾക്കാർ കാണും. അവയൊക്കെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുക. അപ്പോൾ മാറ്റി നിർത്താൻ പറ്റത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അവർ പറയുന്നത് കേൾക്കുക. കേട്ടിട്ട് മറ്റേ ചെവി കൊണ്ട് അതങ്ങ് വെറുതെ ഉപേക്ഷിച്ച് കളയുക. ജസ്റ്റ് സ്മൈൽ ടു ദാറ്റ്. കാരണം നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ്സിനൊക്കെ ചെവി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡും ഫുൾ നെഗറ്റീവായി പോവുകയുള്ളൂ. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഇതിന് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ആ ഒരു ചിന്ത മതി മൂവ് ഓൺ ചെയ്ത് മുൻപോട്ട് പോകാൻ. ഓക്കെ. മെയിൻസ് പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണമെന്ന് പറയാമോ ചേച്ചി? ആൻഡ് ദ ടൈം ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഫോർ മെയിൻസ്. എടാ, പ്രിലിംസും മെയിൻസും ഒരുപോലെ തുടങ്ങണമെന്ന് തന്നെയാണ് ഏതൊരാൾക്കാരും പറയുന്നത്. എക്സാം എന്ന് പറയുന്നത് പ്രിലിംസിനും മെയിൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ബട്ട് എന്നിരുന്നാലും പ്രിലിംസിന് നമുക്ക് സ്പീഡ് ഒരു ഫാക്ടറാണ്. അതുമല്ല, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നതാണല്ലോ മെയിൻസിനേക്കാളും. ആദ്യം പ്രിലിംസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് മെയിൻസിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രിലിംസിൽ ഒരു അത്യാവശ്യം ബേസൊക്കെ ക്ലിയർ ആയി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 50% ആണെങ്കിലും പ്രിലിംസിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കണ്ടതിന് ശേഷം മെയിൻസിലോട്ട് കടക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ ഒരു ഫുൾ ബേർഡനോട്ട് എടുത്ത് വെക്കുന്നതിലും പ്രിലിംസ് ഒരു ഇപ്പോൾ 90% അല്ലെങ്കിൽ പോലും ഒരു 50% അറ്റംപ്റ്റ് വരെ നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മെയിൻസിലോട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളുടെ കട്ട് ഓഫിനോട് അടുത്ത്, അതായത് കട്ട് ഓഫിനൊരു 6 to 7 മാർക്സ് അല്ലെങ്കിൽ ഒരു 10 മാർക്സിന് ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങേണ്ടതാണ്. ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. ആൻഡ് ബാങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിൻ്റെ ബേസ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. BA പഠിച്ചവരൊക്കെയും ബാങ്ക് POs ആയ ചരിത്രങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക് കാൽക്കുലേഷൻസ് അറിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. സോ ബേസിക് കാൽക്കുലേഷൻസ് അറിയാം, ദെൻ ഒരു 12th വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്ക് എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻ യു പ്ലീസ് മേക്ക് മാത്സ് അഡ്വാൻസ് ക്ലാസ്സസ്? എടാ, ഞാൻ ക്ലാസ്സസൊക്കെ, അതായത് ഓരോരുത്തർ ചോദിക്കുന്ന ക്ലാസ്സസൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് എനിക്കതിനുള്ള ഒരു ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സ് മടിച്ചു പോവാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ കേസിൽ DI ചെയ്തു. ദെൻ അതുപോലെ ഞാൻ ഓരോ കാര്യങ്ങളും ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്കതിന് റെസ്പോൺസ് അത്രയും നല്ല രീതിയിൽ കിട്ടുന്നില്ല. അത്രയും എഫേർട്ട് ഇട്ട് ഞാൻ പഠിക്കുന്ന സമയത്തിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കതിനുള്ള റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ അത്രയും ഒരു മോട്ടിവേഷൻ കിട്ടാറില്ല. എന്നിരുന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഓക്കെ. മെയിൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രിലിംസ് പഠിച്ച ബേസിക് കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിന് വരുന്നത്. അതിൻ്റെ കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെയിൻസിൻ്റെ ഡിഫറൻസ്. അതുപോലെ തന്നെ പ്രിലിംസിന് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണെങ്കിൽ മെയിൻസിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. ചൂസ് ചെയ്ത് അറിയാവുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്ത് ചെയ്യാം. ദെൻ മെയിൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് നോളജാണ് മെയിൻസിൽ വേണ്ടത്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ക്ലാസ്സസ് വെച്ച് പഠിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ റിപ്പീറ്റായിട്ട് കണ്ടുവരുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു രീതി മനസ്സിലാകും. അത് കഴിഞ്ഞതിന് ശേഷം PDF അതല്ല എങ്കിൽ മോക്സോ ചെയ്യുന്നതായിരിക്കും നല്ലത്. സെക്ഷണൽ മോക്സ് ഒക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു ലെവൽ എങ്ങനെയാണെന്നും ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എക്സാംസിന് വരുന്നതെന്നും മനസ്സിലാക്കാം. ബട്ട് എന്നാലും പഠിക്കുന്നത് വീഡിയോ ക്ലാസ്സസ് വെച്ച് ഏറ്റവും നല്ലത്. PDF സോഴ്സിൻ്റെ ടെലിഗ്രാംസ് ഏതാണെന്ന് പറഞ്ഞാൽ, ക്വാൻസിൽ സ്റ്റഡിഫൈഡിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ തന്നെയുള്ള ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് സെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ദെൻ അങ്കുഷ് ലാംബ സാറിൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്. അതിലും
അതിലും നിങ്ങൾക്ക് ഫ്രീ PDF അവൈലബിൾ ആണ്. അതല്ലാതെ ഞാൻ തന്നെ ഒത്തിരി PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പെയ്ഡ് ആണെങ്കിലും ഫ്രീ ആണെങ്കിലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ ചെക്ക് ദെയർ. ആക്ച്വലി ഞാൻ IBPS PO അപ്ലൈ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചില്ലായിരുന്നു. എന്നാലും RBI സർക്കുലേഴ്സിന് വേണ്ടിയിട്ട് RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. സോ RBIയുടെ ഒഫീഷ്യൽ പേജിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അവിടെ അത് ലഭിക്കുന്നതായിരിക്കും. എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു നൈറ്റ്മെയർ ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷിന് നെഗറ്റീവ്സ് വരും. അതായത് എസ്പെഷ്യലി എറർ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ വിചാരിക്കും അതായിരിക്കുമെന്ന്, പക്ഷേ അതല്ലാതെ അങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് വരും. ദെൻ അതുപോലെ തന്നെ മെയിൻസ് ലെവലാണെങ്കിലും പ്രിലിംസിനേക്കാൾ കുറച്ചുകൂടി ഹയർ ലെവലായിരിക്കും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും വരുന്നത്. എന്ത് ചെയ്യുക എന്നുള്ളതാണെന്ന് വെച്ചാൽ ആദ്യമായിട്ടും റീഡിങ് ഡെയിലി കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ എഡിറ്റോറിയൽസ് ഡെയിലി ഫോളോ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റിയും കോംപ്രഹെൻസീവ് എബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. അത് ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇൻക്രീസ് ആയിട്ട് ആ ഒരു ഗ്രാമർ റൂൾസ് പഠിക്കാതെ തന്നെ ഇംഗ്ലീഷിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ എനിക്ക് ആദ്യമൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ബട്ട് ഗ്രാജ്വലി റീഡിങ് ഫോളോ ചെയ്ത് ഡെയിലി എഡിറ്റോറിയൽസും അതുപോലെ തന്നെ നോവൽസും ഒക്കെ വായിച്ചാണ് ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തത്. ഞാൻ പഠിച്ചത് BSc മാത്തമാറ്റിക്സ് ആണ്. കാൽക്കുലേഷൻ സ്പീഡ് കൂടുമ്പോഴാണ് DI നമുക്ക് എളുപ്പത്തിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ടാബുലർ കോളം കാണുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ തന്നിരിക്കുന്ന വാല്യൂസിനെ ഡീകോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഫാസ്റ്റ് കാൽക്കുലേഷൻ വേണം. ആ ഒരു ഫസ്റ്റ് കാൽക്കുലേഷൻ കൊണ്ട് ഒരു 3 മിനിറ്റ്സിനുള്ളിൽ DI ഡീകോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 5 മാർക്സ് നമ്മളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. പ്രിലിംസ് ലെവലാണ് പറയുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേദിക് മാത്സിൻ്റെ ട്രിക്ക് ഫോളോ ചെയ്യുക. അതുപോലെയുള്ള ഷോർട്ട് ട്രിക്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതിന് വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. QA ബേസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിഗറസ് പ്രാക്ടീസ് കൊണ്ടാണ്. ഒരു ഏരിയ എടുക്കുക. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് കാണും. ആ വീഡിയോ ക്ലാസ് കണ്ട് ആ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാവുന്ന അത്രയും നേരം ആ ഒരു വീഡിയോ ക്ലാസ് കണ്ടു. അതിനുശേഷം അതിൻ്റെ പ്രാക്ടീസ് PDFs അവൈലബിൾ ആയിരിക്കും. ആ PDF വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ഒരു ഏരിയനെ ഒരു 2 to 3 ഡേയ്സ് ആയിരിക്കും ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അത്രയും ദിവസം എന്ത് ചെയ്യും, പ്രാക്ടീസ് സെറ്റ്സ് കാണും. വീഡിയോ ക്ലാസ്സസ് ആണ് ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡ്ഡ പോലെയുള്ള വീഡിയോ ക്ലാസ്സസിൽ നിന്നും ധാരാളം ക്ലാസ്സസ്, അതായത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സസ് കണ്ടാണ് ആ ഒരു അപ്രോച്ചസ് മനസ്സിലാക്കിയാണ് ബേസ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഒരു മോക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മറന്നു പോകും. അപ്പോൾ വീണ്ടും അതുപോലുള്ള വീഡിയോ ക്ലാസ് കാണും. ഞാൻ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ലായിരുന്നു. കാരണം ബാങ്ക് എക്സാംസിന് നമുക്ക് നോട്ട്സ് യാതൊരു പ്രയോജനവും ചെയ്യില്ല, കറണ്ട് അഫയേഴ്സിന് ഒഴിച്ച്. സോ എന്ത് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ബേസ് സെറ്റ് ആവുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ടായത് മുതൽ അങ്ങനെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് ഓഫ് ലൈഫ് വരെ നമ്മളുടെ പാരൻസ് നമ്മളെ ഉന്തി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കേണ്ടി വരികയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതൊരിക്കലും പിന്നത്തേക്ക് നീട്ടി വെക്കേണ്ട ഒരു കാര്യമല്ല. അത് എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കളയുന്ന ഓരോ മണിക്കൂറുകളും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും എനിക്ക് നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് മാറും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ നീട്ടി വെക്കേണ്ട ഒരു ചിന്ത വരികയില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതലും ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം നീട്ടി വെക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളൊരു റെഗുലർ സ്റ്റുഡൻറ്റ് മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. നാളെ ഞാൻ ഇന്ന ഇടത്ത് എത്തിച്ചേരണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരാൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അപ്പോൾ ഈ ഒരു ജോബ് എനിക്ക് ആവശ്യമാണ് എന്ന് അത്രമേൽ കഠിനമായിട്ടുള്ളൊരു ചിന്തയുള്ള ഒരാൾ ഒരിക്കലും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു സ്ലോ ലൈഫ് അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ കൂടെയൊക്കെയുള്ള ഒരു സ്ലോ ലൈഫ് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ റെസ്പോൺസിബിലിറ്റീസും അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നുകയില്ല.
അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസ് ലെവൽ വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ട് ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവുകയില്ല. വലിയ കാൽക്കുലേഷൻസ് ഒക്കെ കാണുമ്പോൾ ബോറടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാലും സാരമില്ല, ഇന്ന് കണ്ട വീഡിയോ തന്നെ നാളെ ഒന്നുകൂടി കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലും സാരമില്ല, അടുത്ത ദിവസം ഒന്നുകൂടി കാണുക. അങ്ങനെ 3 days കണ്ടിന്യൂസ് കാണുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരു ബേസിക് ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 50% മനസ്സിലാവും. അത് ഷുവറാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടുകളയാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇംഗ്ലീഷിന് എപ്പോഴും പറയുന്നൊരു കാര്യം റീഡ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ റീഡ് ചെയ്യുക, എന്നും റീഡ് ചെയ്യുക, എഡിറ്റോറിയൽസ് വായിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. ഒരു 1 week നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചേഞ്ച് ഫീൽ ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, റീഡിങ് ജീവിതത്തിൻ്റെ ഒരു റുട്ടീനാക്കി മാറ്റുക. ഡെയിലി റീഡ് ചെയ്യുക, അതുപോലെ തന്നെ നോവൽ അത് വായിക്കുക, എഡിറ്റോറിയൽസ് വായിക്കുക, ദെൻ സെക്ഷണൽസ് കൂടുതൽ എടുക്കുക. ഇത്രയും 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ ഇത്രയും 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആ ഒരു കാര്യത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡിഫറൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക. അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസാണ് ചെയ്യാൻ പറ്റത്തില്ലാത്തതെന്ന് നോക്കുക. ഇപ്പോൾ മെയിനായിട്ടും ടൈം ആൻഡ് വർക്ക് അങ്ങനെയുള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ഡയിൽ എനിക്ക് തോന്നുന്നു ഒരു 5 years ബാക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അഡ്ഡ 0 to Hero എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് കിട്ടും. എല്ലാ അരിത്മെറ്റിക് ചാപ്റ്റേഴ്സിൻ്റെയും പ്ലേലിസ്റ്റ് ഉണ്ട്. എല്ലാ അരിത്മെറ്റിക് ഏരിയാസും കവർ ചെയ്തൊരു പ്ലേലിസ്റ്റാണ് അതിൽ. അപ്പോൾ അതിൽ വീഡിയോസ് കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തന്നെ ഓരോ ബാച്ച് പോലെ, രുദ്ര ബാച്ച്, അങ്ങനെ ഓരോ ബാച്ച് ഇവർ ഓരോ എക്സാം ആകുമ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇയേഴ്സ് ബാക്ക് ആയിരിക്കും, ഒരു 2 to 3 years ബാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ മതി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ടോപ്പിക് ടെസ്റ്റോ അല്ലെങ്കിൽ സെക്ഷണൽസോ എടുത്ത് നോക്കുക. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഏരിയ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു 50 questions ഒറ്റ ഇരിപ്പിലൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വലിയൊരു ഡിഫറൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അതിപ്പോൾ ക്വാൻസിൻ്റെ ആണെങ്കിലും റീസണിങ്ങിൻ്റെ ആണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ഒറ്റ സിറ്റിങ്ങിൽ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നതായിരിക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്നും 10 മണി സമയത്ത് എന്നും പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് 8ാമത്തെ ദിവസം ആ ഒരു 10 മണിയാകുമ്പോൾ എനിക്കൊരു വെപ്രാളമായിരിക്കും, ഞാൻ ആ സമയത്ത് പഠിച്ചില്ലല്ലോ എന്നുള്ളത്. സോ ഡെയിലി എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ടൈം കീപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു 10 മണിക്കാണ് ഞാൻ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ആ 9:30 കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലൊരു ടെൻഷനാണ്, അയ്യോ ഞാൻ പഠിക്കാനിരിക്കേണ്ട സമയമായല്ലോ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച്, അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തീർത്തിട്ട് ഞാൻ ആ ഒരു സമയം അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടും ഫുള്ളി അതിന് വേണ്ടിയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. സോ നമ്മൾ ആ ഒരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്യുക. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. ഇംഗ്ലീഷ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 20 marks മെയിൻസ് ആൻഡ് പ്രിലിംസ് സ്കോർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതെ, റീഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ വല്ലപ്പോഴും സെക്ഷണൽസ് എടുത്താൽ പോരാ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ സെക്ഷണൽസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എഡിറ്റോറിയൽസ് ഡെയിലി വായിക്കുക. ദെൻ ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഹിന്ദു എഡിറ്റോറിയലാണ്. അത് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു മാർക്സ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പെർസെൻറ്റൈൽ ഒരു 80+ വരാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ബട്ട് ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അത് സാരമില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ ആ ഒരു പെർസെൻറ്റൈൽ ഒരു 80+ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും ഒരു സേഫ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു മൈൻഡ് എങ്ങനെയാണ് ആ ടൈമിൽ, അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഇതിപ്പോൾ ഒരു ചെറിയ ചാനലല്ലേ, ഇത് കുറച്ചുകൂടി ഒന്നൊരു ബിഗ് ഫാമിലി ആയിക്കോട്ടെ. ഐ വിൽ ട്രൈ ദാറ്റ്. അങ്ങനെയൊന്നുമില്ല. ഒരു കട്ട് ഓഫിനടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെയിൻസ് ഈ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കറണ്ട് അഫയേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നാഷണൽ അഫയേഴ്സ്, ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ബാങ്കിങ്, അതുപോലെ തന്നെ ഇക്കണോമി,
ദെൻ റാങ്ക്സ് ആൻഡ് ഇൻഡെക്സ്, ദെൻ വരുന്നതാണ് സ്റ്റേറ്റ് ന്യൂസ്. അതല്ലാതെ വരുന്ന ഓതേഴ്സ്, അതുപോലെ തന്നെ ബുക്സ്, ദെൻ എന്താണ് റെസിഗ്നേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പോർട്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് കൂടുതൽ വെയിറ്റേജസ് ഉള്ള ഏരിയാസ് എടുക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് ഏറ്റവും ഡെപ്ത് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.